ഹായ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ലിംഗ്വിസ്റ്റിക്സ് ഓർ ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള ഭാഗമാണ്. ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ലിംഗ്വിസ്റ്റിക്സ്. അതിൽ ഫസ്റ്റ് വരുന്നത് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് ആണ്. രണ്ടാമത് വരുന്നത് ഡെവലപ്മെൻറ്റൽ ലിംഗ്വിസ്റ്റിക്സ് ആണ്. മൂന്നാമത് വരുന്നത് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് ആണ്. നാലാമത് വരുന്നത് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. നമ്മൾ ഷോർട്ടാക്കിയിട്ട് പറയണത് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് മൈൻഡ്. നമ്മളെ മൈൻഡും അതുപോലെ ലാംഗ്വേജും നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്നതാണ് സൈക്കോ അനലിറ്റിക്സ് അല്ലെങ്കിൽ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. മനസ്സിലായില്ലേ? സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റഡി ഓഫ് മൈൻഡാണ്. അപ്പം ലാംഗ്വേജും മൈൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നതാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. രണ്ടാമത്തത് ഡെവലപ്മെൻറ്റൽ ലിംഗ്വിസ്റ്റിക്സ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഹൗ ഹ്യൂമൻ ബീങ്സ് അക്വയർ ലാംഗ്വേജ് ഫ്രം ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അക്വിസിഷനും ലേണിങ്ങും ഉണ്ട്. ഒരു ലാംഗ്വേജ് അക്വിസിഷൻ എങ്ങനെയാണ് ഓരോ വ്യക്തിയും ലാംഗ്വേജ് ഹൗ ഹ്യൂമൻ ബീങ്സ് അക്വയർ ലാംഗ്വേജ് ഫ്രം ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ്. ചെറിയ കുട്ടികളായ അന്ന് മുതൽ നമ്മൾ എങ്ങനെയാണ് ലാംഗ്വേജ് നമ്മൾ ഇത്രയും വലുതാവുന്നത് വരെ ലാംഗ്വേജ് എങ്ങനെയാണ് അക്വയർ ചെയ്ത് നേടിയെടുത്തത് എന്ന് പറയുന്നതിനെയാണ് ഡെവലപ്മെൻറ്റൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുക. നെക്സ്റ്റ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് ആണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് ബ്രെയിൻ. ബ്രെയിനും ലാംഗ്വേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നതിനെയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയാം. ലാസ്റ്റ് വൺ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ആണ്. നെയിം പറയുന്ന പോലെ തന്നെ ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി. ഓക്കെ, അപ്പം എന്താണ് ഈ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ പറഞ്ഞതെന്താ വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സ്റ്റഡി ലാംഗ്വേജ് വിത്തൗട്ട് കണക്റ്റിംഗ് ടു അതർ ഏരിയാസ് ഓഫ് ലൈഫ് ആൻഡ് എക്സ്പീരിയൻസ് ഓർ അതർ ഫീൽഡ് ഓഫ് സ്റ്റഡി. നമുക്ക് ലാംഗ്വേജിനെ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റില്ല. കണക്റ്റിംഗ് ടു അതർ ഏരിയാസ് ഓഫ് ലൈഫ് ആൻഡ് എക്സ്പീരിയൻസ് ഓർ അതർ ഫീൽഡ് ഓഫ് സ്റ്റഡി, അല്ലെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡിസിപ്ലിനായിട്ട് ലാംഗ്വേജ് ഇൻ്റർ റിലേറ്റഡ് ആണ്. ആ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻ്റെ അല്ല ഇൻ്റർ റിലേഷൻഷിപ്പാണ് നമ്മൾ എന്തിലൂടെ പഠിക്കുന്നത്? ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ് ഇൻ ലിംഗ്വിസ്റ്റിക്സ് എന്ന ടേമിലൂടെ പഠിക്കുന്നത്. ഓക്കെ, Noam Chomsky, the American linguist and social activist, regard language as a cognitive system. Cognitive means brain system എന്നാണ്. In this view, the speaker of language has a central mental structure, certain mental structure which differ from that of another language speaker. എന്താ പറഞ്ഞ വെച്ചാൽ കോഗ്നിറ്റീവ് സ്റ്റഡി ഓഫ് ലാംഗ്വേജിൽ നമ്മൾ നോം ചോംസ്കി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ സ്പീക്കർ ഓഫ് one language has a certain mental structure which differ from that of another language speaker. The differ in the linguistic cognitive system of human beings, and the study led to the growth of linguistics in new directions. First one psycholinguistic, second one developmental linguistics, third one neurolinguistics, and fourth one sociolinguistics. Okay, ഇനി നമ്മൾ ആദ്യം പറഞ്ഞത് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് ആണ്. എന്താണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്? ഇറ്റ് ലുക്ക് ഇൻ ടു ദ കണക്ഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് ദ മൈൻഡ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ ദ മെൻ്റലി റെപ്രസെൻറ്റഡ് ഗ്രാമർ ഓഫ് ലാംഗ്വേജ് ഈസ് എംപ്ലോയ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കോംപ്രിഹെൻഷൻ ഓഫ് സ്പീച്ച് എന്നുള്ളതാണ്. എന്താണ് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ മെൻ്റലി റെപ്രസെൻറ്റഡ് ഗ്രാമർ ഓഫ് ലാംഗ്വേജ്. നമ്മൾ പറയുന്ന കോമ്പിറ്റൻസും പെർഫോമൻസും. അപ്പം മെൻ്റലി റെപ്രസെൻറ്റ് ഗ്രാമർ ഓഫ് ലാംഗ്വേജ്, നമ്മളൊരു ലാംഗ്വേജിൻ്റെ റൂൾസും റെഗുലേഷനും ഈസ് എംപ്ലോയ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കോംപ്രിഹെൻഷൻ ഓഫ് സ്പീച്ച് മീൻസ് പെർഫോമൻസ് ആയി മാറുന്നത്. ഇതിനെയാണ് നമ്മൾ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് കൊണ്ട് മനസ്സിലാക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ മെൻ്റലി റെപ്രസെൻറ്റഡ് ഗ്രാമർ ഓഫ് ലാംഗ്വേജ് ദാറ്റ് മീൻസ് കോമ്പീറ്റൻസ് ഈസ് എംപ്ലോയ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ. നമ്മൾ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് എങ്ങനെ എംപ്ലോയ് ചെയ്യുന്നു, ആൻഡ് കോംപ്രിഹെൻഷൻ ഓഫ് സ്പീച്ച്, നമുക്കത് കോംപ്രിഹെൻഡ് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റുന്നു. ഇതിനെയാണ് നമ്മളെന്ത് പറയുക? സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുക. It is around the 1950s that psycholinguists began to emerge as a distinct discipline. അപ്പോൾ 1950-ലാണ് സൈക്കോലിംഗ്വിസ്റ്റിക്സ് ഒരു ഡിഫറെൻറ്റ് ഡിസ്റ്റിങ്ക്റ്റ് ഡിസിപ്ലിനായിട്ട് മാറിയത്.
Language acquisition by children is one of the most prominent area of psycholinguistics. ഇതിൽ നമ്മൾ പഠിക്കുന്നതാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഓഫ് ചിൽഡ്രൻ ആണ്. കുട്ടികൾ എങ്ങനെയാണ് ലാംഗ്വേജ് അക്വിസിഷൻ ബൈ ചിൽഡ്രൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പ്രൊമിനൻറ്റ് ഏരിയ ഓഫ് psycholinguistics. The innate capacity of each individual help him to analyze each component of sentence, phonological, lexical, semantic, syntactic process serve as the output of the model. Once this has been computed, the individual has understood the language. അപ്പം the innate capacity of each individual help him to analyze each component of a sentence. നമ്മളെ മനസ്സിലുള്ള ഒരു ഇന്നേറ്റ് കപ്പാസിറ്റി, നമുക്ക് ദൈവം തന്നൊരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ കോമ്പണൻറ്റ് ഓഫ് സെൻറ്റൻസിൻ്റെ കോമ്പണൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെയാണ് ഫോണോളജിക്കൽ മീൻസ് റിലേറ്റഡ് ടു എന്താണ് ഫോണിറ്റിക്സ് സൗണ്ട് സിസ്റ്റം. ലെക്സിക്കൽ മീൻസ് വേർഡ്, ഹൗ വേർഡ് ഒറിജിൻ അതിനെ കുറിച്ചിട്ട്. സിൻടാക്സ് മീൻസ് സ്റ്റഡി ഓഫ് സ്ട്രക്ചറിനെ കുറിച്ചിട്ട് നമുക്കറിയാം. സെമാൻറ്റിക് എന്നാൽ സ്റ്റഡി ഓഫ് മീനിങ്. ഇതൊക്കെ ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇതിനൊക്കെ കുറിച്ച് നമുക്കൊരു നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ് സൈക്കോലിംഗ്വിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയാൽ, ആ ഒരു ലാംഗ്വേജിനെ കുറിച്ച് കിട്ടിയാൽ ആ ലാംഗ്വേജ് ആൾക്ക് അണ്ടർസ്റ്റുഡ് ആവണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. സൈക്കോലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് മൈൻഡാണ്. ഇതിൽ നമ്മൾ കോമ്പീറ്റൻസിനെ പെർഫോമൻസ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് പറയുന്നത്. കോമ്പീറ്റൻസ് ആണ് നമുക്ക് ലാംഗ്വേജിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് അബൌട്ട് ദി ഗ്രാമർ ആൻഡ് റൂൾസ് റെഗുലേഷൻ ഓഫ് എ ലാംഗ്വേജ് ആണ്. പെർഫോമൻസ് ആണ് നമ്മൾ അട്ടറൻസ്, നമ്മൾ ഇൻഡിവിജ്വൽ പ്രൊഡക്ഷൻ ഓഫ് ലാംഗ്വേജ് ആണ്, അതിലേക്കുള്ള മാറ്റം. പിന്നെ ഇതിൽ പറഞ്ഞത് നമുക്ക് ദൈവം ഒരു ഇന്നേറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട് ഓരോ കോമ്പണൻറ്റ് ഓഫ് സെൻറ്റൻസ് മനസ്സിലാക്കാം. അത് ഫോണോളജിക്കലാണെങ്കിലും ലെക്സിക്കലാണെങ്കിലും സിൻറ്റാറ്റിക് ആണെങ്കിലും സെമാൻറ്റിക് ആണെങ്കിലും. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് നമുക്കറിയാൻ പറ്റും എന്നാണ് പറഞ്ഞതാണ് psycholinguistics. Next we have developmental linguistics. It is a study of how human beings acquire language from childhood onwards എന്നുള്ളതാണ്. ഇതിൽ പറയുന്നത് by the time a child reaches 1.5 years of age, he start uttering the first words. 1.5 വയസ്സൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് വേർഡ് സംസാരിക്കാം. He gradually switches over the phrases and sentences. പിന്നെ ഫ്രേസിലേക്കും സെൻറ്റൻസിലേക്കും ഒക്കെ അങ്ങനെ വരും, ഡെവലപ്പായിട്ട് വരും. The adult speaker has acquired his language through a series of incomplete grammars. നമ്മളൊക്കെ അങ്ങനെയാണ് വന്നത്, incomplete ഗ്രാമറിലാണ്. Chomsky believed that human beings are gifted with an innate language learning capacity which is behind his actual acquisition of language. അതാണ്, അത് സത്യമാണ്. ചോംസ്കി വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ ദൈവം നമുക്ക് തന്നൊരു ഇന്നേറ്റ് എന്താണ് ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരു ഗിഫ്റ്റാണ് എന്ത് ഇന്നേറ്റ് ലാംഗ്വേജ് ലേണിംഗ് കപ്പാസിറ്റി. ഭാഷ പഠിക്കാനുള്ളൊരു പ്രത്യേക കഴിവ് ഓരോ വ്യക്തിക്കും ദൈവം കൊടുത്തിട്ടുണ്ട്. ദ ഇന്നേറ്റ് കപ്പാസിറ്റി ഫോർ അനലൈസിങ് എ ലാംഗ്വേജ് എക്സ്പീരിയൻസ്. എന്താ ലാംഗ്വേജ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ദ ലാംഗ്വേജ് എക്സ്പ്രഷൻ വിച്ച് ചൈൽഡ് ലിസൺ ടു ആൻഡ് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദേ ആർ യൂസ്ഡ് ഡിറ്റർമൈൻ ഹിസ് ഗ്രാമർ ഓഫ് എ പെർട്ടിക്കുലർ ലാംഗ്വേജ്. അല്ലേ? ദ ഇന്നേറ്റ് കപ്പാസിറ്റി ഓഫ് അനലൈസിങ് ലാംഗ്വേജ് എക്സ്പീരിയൻസ് ഡിറ്റർമൈൻ ഹിസ് ഗ്രാമർ ഓഫ് ദി പെർട്ടിക്കുലർ ലാംഗ്വേജ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വളരെ വൃത്തിയായിട്ട് എല്ലാ രൂപത്തിൽ നമ്മളെങ്ങനെയാണോ പാരൻസ് എങ്ങനെയാണോ സംസാരിക്കുക അതിനനുസരിച്ച് തന്നെ നമ്മുടെ മക്കളും വളരുക. അപ്പോൾ അതാണ് പറയുന്നത്, ആ ഒരു കോണ്ടെക്സ്റ്റും ആ ഒരു എന്താ പറയുക ആ കുട്ടിയുടെ പാരൻസിൻ്റെ ലാംഗ്വേജ് എബിലിറ്റിയൊക്കെ ഈ കുട്ടിയുടെ ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിൽ വലിയ റോള് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നേറ്റ് കപ്പാസിറ്റി ഫോർ അനലൈസിങ് ലാംഗ്വേജ് എക്സ്പീരിയൻസ് ഡിറ്റർമൈൻ ഹിസ് ഗ്രാമർ ഓഫ് പെർട്ടിക്കുലർ ലാംഗ്വേജ്. ആ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് ഗ്രാമർ ആ ഒരു കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. അപ്പം ഇതാണ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി. നെക്സ്റ്റ് വി ഹാവ് ന്യൂറോലിംഗ്വിസ്റ്റിക്സ്. Relationship between neurolinguistics deals with the connection between language and the brain. In the mid-19th century, the Frenchman Paul Broca and German Wernicke began to study the relationship between brain and language. അപ്പോൾ രണ്ട് ആൾക്കാരുടെ പേര് പറയണം. ഒന്ന് പോൾ ബ്രോക്ക, PAUL ബ്രോക്ക, BROCA. രണ്ട് ജർമ്മൻ വെർണിക്കെ, WERNICKE. Wernicke began the study of relationship between brain and language. അപ്പം ഇവരെ പേര് ന്യൂറോലിംഗ്വിസ്റ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. They took the brain study of people from suffering from aphasia, language disorder resulting from the brain damage. ഇവരെന്താ ചെയ്തത് വെച്ചാൽ അഫാസിയ എന്നുള്ള എന്താണ് ലാംഗ്വേജ് ഡിസോർഡർ റിസൾട്ടിങ് ഫ്രം ബ്രെയിൻ ഡാമേജ്. നമ്മളെ
ബ്രെയിൻ എന്തെങ്കിലും സംഭവിച്ചാൽ ലാംഗ്വേജ് ഡിസോർഡർ സംഭവിക്കുന്നതിനെയാണ് അഫാസിയ എന്ന് പറയുക. അപ്പോൾ ഈ അഫാസിയ ബാധിച്ച കുറേ ആൾക്കാരെ എടുത്തിട്ടാണ് അവർ എന്താണ് പഠിച്ചത്. ആഫ്റ്റർ ഡെത്ത് ഫർദർ ബ്രെയിൻ സ്റ്റഡീസ് were done in order to find out more about the brain damage. They could identify two specific areas of left side of the brain responsible for language acquisition. ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണെന്ന് പറയാം ലാംഗ്വേജ് അക്വിസിഷൻ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് ബ്രെയിനിന് ആ ഭാഗത്ത് അത് സംഭവിച്ച ലാംഗ്വേജിൻ്റെ ഇതൊക്കെ നഷ്ടപ്പെടും. ദീസ് ഏരിയാസ് നൗ നെയിംഡ് ആസ് ബറോക്കാസ് ആൻഡ് വെർണിക്കേസ് ഏരിയാസ് ആർ ബോത്ത് സിറ്റുവേറ്റഡ് ഇൻ ദ ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. അപ്പം ഇവരെ പേരിലാണ് ആ ഒരു ഭാഗം. ദ ഏരിയ നൗ നെയിംഡ് ആസ് ബറോക്കാസ് ആൻഡ് വെർണിക്സ് ഏരിയ. ഓക്കെ, അപ്പം ലെഫ്റ്റ് സൈഡിലാണ് ആ സംഭവം ഉള്ളത്. Later researchers revealed that the existence of different areas the brain, each responsible for different categories of language learning, reception and production of speech. അങ്ങനെ ഡിഫറെൻറ്റ് ഏരിയ ആണ് ബ്രെയിനിൻ്റെ ഡിഫറെൻറ്റ് ഏരിയ റെസ്പോൺസിബിൾ ഫോർ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ് പെർസെപ്ഷൻസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച്. ഓക്കെ, അതാണ് എന്ത് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ്. നെക്സ്റ്റ് വൺ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ആണ്. എന്താ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആൻഡ് സ്പീക്കേഴ്സ് അണ്ടർടേക്കൻ സിമിൾട്ടേനിയസ്ലി മേ ബി സെറ്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫീൽഡ് ഓഫ് സ്റ്റഡി നോൺ ആസ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. മീൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി ആണ്. ലാംഗ്വേജ് ആസ് വി നോ ഈസ് വെരി ഇൻറ്റിമേറ്റ്ലി ടൈഡ് അപ്പ് വിത്ത് ദ സൊസൈറ്റി. അല്ലേ, സൊസൈറ്റിയായിട്ട് വളരെ കണക്റ്റഡ് ആണ്. Gets reduced as a set of mere linguistic items such as sounds, morphemes, words, grammatical structure when excluded from the social context in which it is used. അപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ ലാംഗ്വേജും സൊസൈറ്റിയും തമ്മിൽ വളരെ അധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞാൽ ഇറ്റ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ടു എ സെറ്റ് ഓഫ് മിയർ ലിംഗ്വിസ്റ്റിക് ഐറ്റംസ്. നമുക്ക് സൗണ്ടും മോഫീമും വേർഡും ഗ്രാമർ സ്ട്രക്ചറൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്കൊരു സൊസൈറ്റിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു സൊസൈറ്റി സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിനൊരു മീനിങ് കിട്ടുള്ളൂ. ദ ഗ്രോയിങ് അവയർനെസ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി ഹാസ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് ഡിസിപ്ലിൻ നോൺ ആസ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. ഇതിൽ നമ്മൾ ഇന്നലെ കുറേ ലാംഗ്വേജ് വെറൈറ്റീസ് പറഞ്ഞില്ലേ, ലാങ്, പരോൾ, അല്ല ഇന്നലെ പറഞ്ഞ എന്തൊക്കെയായിരുന്നു, ഇഡിയോലക്റ്റ്, ഡയലക്റ്റ്, രജിസ്റ്റർ, ജാഗൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ഈ ഇഡിയോലക്റ്റ് കൂടിയിട്ടാണ് ഡയലക്റ്റ് ഉണ്ടാവുക കേട്ടോ. എന്നാലും ഞാൻ പറയാൻ വിട്ടുപോയതാണ്, അതൊന്ന് ഓർത്ത് വെക്കണേ. അപ്പം ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ നിങ്ങളെ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് 2 ടേംസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാവും. എന്താ പറയുക, അറിയുന്ന ഭാഗമാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിലുള്ളതാണ്. എന്താണ് മോണോലിംഗൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഈസ് മോണോലിംഗൽ പേഴ്സൺ ഈസ് സംവൺ ഹൂ ഹാസ് ദ എബിലിറ്റി ടു യൂസ് വൺ ലാംഗ്വേജ്. അല്ലേ, ഒരു ഭാഷ ഉപയോഗിക്കാൻ അറിയുന്ന ആളെയാണ് നമ്മൾ മോണോലിംഗൽ എന്ന് പറയുക. അപ്പം ബൈലിംഗൽ എന്താണ്? എ പേഴ്സൺ ക്യാൻ യൂസ് two languages. A person can use one language is known as monolingual. A person can use 2 languages known as bilingual. അപ്പോൾ മൾട്ടിലിംഗൽ എന്താണ്? എ പേഴ്സൺ ക്യാൻ യൂസ് മോർ ദാൻ 2 languages ആർ നോൺ ആസ് മൾട്ടിലിംഗൽ കേട്ടോ. അത് 3 ഓർത്ത് വെക്കണേ. മോണോലിംഗൽ, ബൈലിംഗൽ, ദെൻ മൾട്ടിലിംഗൽ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഡയലക്ട്, രജിസ്റ്റർ, ഈ കാര്യങ്ങളൊക്കെ നോക്കുക. അതൊക്കെ എന്താണ്? സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിൽ വരുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ്. സൊസൈറ്റിയും ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പാണ് അതിലൂടെ പറയുന്നത്. ഓക്കെ, ലെറ്റ് മീ കൺക്ലൂഡ്. താങ്ക് യു.